സ്തുതിക്കും. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവാദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്ന എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തും അനവധി തവണകൾ നമ്മൾ വായിച്ച് നമുക്ക് നല്ല സുപരിചിതമായ വചനവുമാണ്. എഫേസ്യ ലേഖനത്തിൽ വിവിധ വാക്യങ്ങളും അധ്യായങ്ങളും ഒക്കെ. അതിൽ ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വാക്യം വളരെ പ്രാധാന്യമുള്ളതാണ്. എന്താണ്? ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. ഈ ലേഖനം എഴുതുന്ന കാലഘട്ടം എന്ന് പറയുന്നത് AD 60-ലാണ്. ഹല്ലേലൂയ. AD 60 ഹല്ലേലൂയ സ്തോത്രം. റോമൻ കാരാഗ്രഹത്തിൽ വെച്ചാണ് ഈ ലേഖനം പൗലോസ് എഴുതുന്നത്. അപ്പൊ റോമൻ കാരാഗ്രഹത്തിൽ പൗലോസ് കിടക്കുമ്പോൾ ഈ വചനം നമുക്ക് എഴുതി തരുന്ന ആ സാഹചര്യം അനുസരിച്ച് നോക്കുമ്പോൾ അന്നത്തെ ജനത്തിന്റെ ജീവിത രീതികൾ മനസ്സിലാക്കിയാൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക പരമായ അന്നത്തെ സാഹചര്യം, ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചാലും പൗലോസ് പറയാണ് ഇത് ദുഷ്കാലമാണെന്ന്. അപ്പൊ അന്നത്തെ ജനത്തിന്റെ സ്വഭാവത്തെയാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. AD 60-ലാന്ന് ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ എത്ര നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടാണ് നമ്മൾ ഇന്ന് ഈ നിൽക്കുന്ന ഈ സാഹചര്യം എന്ന് പറയുന്നത്. അന്നത്തെ സാഹചര്യവും ഇന്നത്തെ സാഹചര്യവുമായിട്ട് ഒരു മാറ്റവുമില്ല. അതിനേക്കാൾ കുറച്ചുകൂടെ ദുഷ്കാലം വർദ്ധിച്ചതേ ഉള്ളൂ. അധാർമികത, അസന്മാർഗീയത, ചെടികമായത്, പ്രാകൃതമായത്, ദൈവഹിതമല്ലാത്ത, ദൈവം വെറുക്കുന്ന, അറയ്ക്കുന്ന, ദൈവത്തെ കോപിപ്പിക്കുന്ന വിവിധ നിലകളിലുള്ള മനുഷ്യന്റെ പ്രവൃത്തികൾ കൊണ്ട് ഈ ഭൂമി മുഴുവൻ ദുഷ്കാലമായി മാറിയിരിക്കുക. ദുഷ്കാലമാണ്. അതുകൊണ്ട് അന്ന് പൗലോസ് അല്ലെങ്കിൽ ജനത്തെ ഉപദേശിച്ചതുപോലെ തന്നെ ഇന്നും പറയുകയാണ്, നിങ്ങൾ സമയം തക്കത്തിൽ ഉപയോഗിച്ചോണമെന്ന്. പ്രൈസ് ദി ലോർഡ്. സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്ന്. അപ്പം പൗലോസ് ഇത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അക്കാലത്തെ പോലെ തന്നെ ഇന്നത്തെ കാലവും ദുഷ്കാലമാണ്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്നും ലോകത്തിൽ ദുഷ്കാലമാണ്. ദൈവജനത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ ജീവിത സാഹചര്യങ്ങൾ നോക്കുമ്പോൾ എല്ലാ കാലവും ദുഷ്കാലമാണ്. അതുകൊണ്ട് ബുദ്ധിമാനായ ഒരു കച്ചവടക്കാരൻ തന്റെ സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നത് പോലെ, ഹല്ലേലൂയ, നമ്മൾ നമ്മുടെ സമയത്തെ നഷ്ടപ്പെടുത്താതെ നമ്മൾ കർത്താവിന് വേണ്ടി ഫലപ്രദമായി പ്രയോജനപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സമയമാണ് ജീവിതം എന്ന് നമ്മൾ തിരിച്ചറിയുവാൻ കഴിയണം. സമയമാണ് ജീവിതം എന്ന് പറയുമ്പോൾ ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ആകിയാൽ അവസരം കിട്ടും പോലെ എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യാം. ഹല്ലേലൂയ. നമുക്ക് എപ്പോൾ അവസരം കിട്ടുന്നോ ആ അവസരം കിട്ടുമ്പോഴൊക്കെയും ഹല്ലേലൂയ വിശേഷ എല്ലാവർക്കും സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യണം. നാളെ ഒരു അവസരം കിട്ടിയത് വരത്തില്ല. പലരും നാളെയാട്ട് എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെക്കുന്ന പല സാഹചര്യങ്ങളും നാളെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ അവസരം കിട്ടുമ്പോൾ എല്ലാവർക്കും, ദൈവമക്കൾക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും നിങ്ങൾ നന്മ ചെയ്യണം. നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ല. കാരണം ഈ ലോകം അത്രമാത്രം ദുഷ്പ്രവൃത്തിയിലൂടെ കടന്നുപോയിരിക്കുക. സ്തോത്രം. ഒന്നാമത്തെ ദുഷ്പ്രവൃത്തിയുടെ അനുഭവം ഞാൻ പറയുന്നത് രാഷ്ട്രീയമാണ്. ഇവിടുത്തെ രാഷ്ട്രീയക്കാരെ കണ്ടില്ലേ? മതമിളകി ആനയെപ്പോലെ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട് ജനപ്രതിനിധികളായി മാറിയ നേതാക്കന്മാർ കസേരയ്ക്ക് വേണ്ടിയിട്ട് മതമിളകി ആനയെപ്പോലെ എന്താണ് അവർ കാട്ടിക്കൂട്ടുന്നത്? അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും അല്ലാതെ ഇത്രയും അസന്മാർഗീയമായ ഒരു ദുഷ്പ്രവൃത്തി നടത്തുന്ന ഒരു കൂട്ടന്, അല്ലെങ്കിൽ രാഷ്ട്രീയം, ദുഷ്കാലം. എന്താണ് ഇപ്പം തെരഞ്ഞെടുപ്പ് വരാൻ പോവുക? തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്താ? എന്തെല്ലാം കെട്ടുകഥകളും കെട്ടിച്ചമച്ച കഥകളും എന്തെല്ലാം ദുഷ്പ്രവൃത്തികളും
മനുഷ്യ സമൂഹത്തിൽ ഉച്ചരിപ്പാൻ കഴിയാത്ത വെറും നിർജ്ജീവമായ ചീത്ത വാക്കുകളുമായി രംഗത്ത് വന്നിരിക്കുക. ജനങ്ങളെ ഭരിക്കാൻ വേണ്ടി വന്നവരല്ല, ജനങ്ങളെ സേവിക്കാൻ വേണ്ടി വന്നവരല്ല. അടുത്ത നിരഞ്ഞെടുപ്പിൽ ഞാൻ മന്ത്രിയാകാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ഓരോരുത്തർ പെടാപ്പാട് വിടുക. അതല്ലേ ദുഷ്കാലം. ഇതെല്ലാം കണ്ട് ഭാരപ്പെടുന്ന ജനത്തിന് എല്ലാ കാലഘട്ടത്തിലും ദുഷ്കാലമാണ്. ജനത്തിന് എല്ലാ കാലഘട്ടം ദുഷ്കാലമാണ്. ഇന്നത്തെ സാഹചര്യത്തിനൊക്കെ രാഷ്ട്രീയക്കാരെ ഈ സമൂഹത്തിൽ നിന്ന് അടിച്ചോടിക്കുന്നിടം വരെ കേരളം ദുഷ്കാലം തന്നെയാണ്. പ്രൈസ്. കാരണം ഇപ്പൊ എന്താ നടക്കുന്നത്? ഹല്ലേലൂയ. ഞാൻ രാഷ്ട്രീയം പറഞ്ഞല്ലോ കേട്ടോ. ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയ കല്ല് വെച്ച നുണ വിളിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ, വെറും മോശ വാക്കുകൾ ഉച്ചരിക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ആരൊക്കെയാണെന്നത്. ഹല്ലേലൂയ. നമ്മൾ നാണിച്ചു പോവല്ലേ. അപ്പൊ ഇത് നമ്മുടെ സമയമാണ്. ജീവിതം ദുഷ്കാലമാണ്. മദ്യപാനങ്ങൾ പെരുകി, വെറുക്കൂത്തുകൾ പെരുകി, വ്യഭിചാരം പെരുകി, ഉഭയസമ്മതപ്രകാരമുള്ള ആമയല്ലേ പാപം പെരുകി. ആരെ ഏത് സമയത്ത് വേണേലും നശിപ്പിക്കാം. ഏത് പെൺകുട്ടികളെയും വലയിലാക്കി വീഴ്ത്തുവാൻ കഴിയുന്ന വിധത്തിൽ പലരും അതിനുള്ള നിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുക. അതിനെ സപ്പോർട്ട് ചെയ്യാനും പറയാറ്. ദുഷ്കാലമല്ലേ. അല്ലേ? പിടിച്ചു പറയും മോഷണവും അഴിമതിയും കരിച്ചകത്തെയും പൂഴ്ത്തിവെപ്പും അക്രമങ്ങളും രക്തച്ചൊരിച്ചിലും എന്നുവേണ്ട സകലവിധ ദോഷപ്രവർത്തികളും ദേശത്ത് പെരുകിയിരിക്കുക. മനുഷ്യനല്ലാതായി മാറിയിരിക്കുന്നു, മൃഗങ്ങളായി മാറിയിരിക്കുന്നു. സങ്കീർത്തന പുസ്തകം 49:20 വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്ന, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. അതല്ലേ ഇന്ന് കേരളത്തിലെ ജനം മുഴുവൻ. ഭാരതത്തിലെ ജനത്തെ നോക്കിയാൽ അത് തന്നെയല്ലേ. മാനത്തോടിരുന്നതാണ് വിവേകഹീനമായി. വിവേകം നഷ്ടപ്പെട്ടു പോയപ്പോൾ നശിച്ചു പോകുന്ന മൃഗത്തിന് പോലുള്ള വിവരമില്ലാതെ അത്രമാത്രം ഹീനമായി പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സമൂഹം. എന്തിനെ കസേരയ്ക്ക് വേണ്ടി. ആത്മീയ മേഖലയിൽ നോക്കിയാലും എന്താണ്? ആത്മീയ മേഖലയിൽ ജഡത്തിൽ ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ജഡത്തിൽ അവസാനിച്ച് നിൽക്കുന്ന, ജഡപ്രവൃത്തിയിൽ നിൽക്കുന്ന, പ്രാകൃതരായിരിക്കുന്ന, ജഡികന്മാരായിരിക്കുന്ന ആളുകൾ ആത്മീയ ലോകത്തിൽ പെരുകി. ഇതിന്റെ എല്ലാം നടുവിൽ കിടന്ന് കഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ജനമാണ്. അവർക്കെന്നും ദുഷ്കാലം തന്നെയാണ്. അതുകൊണ്ടാണ് AD 60 പൗലോസ് റോമൻ കാരാഗ്രഹത്തിൽ വെച്ച് ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞു, ഇത് ദുഷ്കാലമാണ്. അന്നത്തെ പോലെ തന്നെ ഇന്നും ദുഷ്കാലം പെരുകിയിരിക്കുന്നു. മനുഷ്യ മനസ്സിനെ മരവിപ്പിക്കുന്ന വിധത്തിലുള്ള, മനുഷ്യ മനസ്സിനെ ചൂഷണം ചെയ്യുന്ന, മനുഷ്യന് യാതൊരു വിലയും കൊടുക്കാതെ, ഒരു നായുടെ വില പോലും ഇല്ലാതെ, നായ്ക്ക് ഇതിനെക്കാട്ടി വിലയുണ്ട്, അത്രമാത്രം മനുഷ്യനെ തേജോധം ചെയ്ത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, നാശത്തിലേക്ക് തട്ടിവിടുന്ന, മനുഷ്യന്റെ ജീവന് യാതൊരു വിലയും സംരക്ഷണം കൊടുക്കാതെ, ജീവന സ്വത്തിനും വില കൊടുക്കാതെ, സംരക്ഷണം കൊടുക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു കൂട്ടം സമൂഹത്തിന്റെ നടുവിലാണ്. തീവ്രവാദം പെരുകിയില്ലേ, ഭീകരവാദം പെരുകിയില്ലേ, വർഗീയത കൊണ്ട് രാജ്യം പുകഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് ഇതെല്ലാ കാലവും ദുഷ്കാലമാണ്, രക്തച്ചൊരിച്ചിന്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് ഒരു ബുദ്ധിമാനായിരിക്കുന്ന കച്ചവടക്കാരനെ പോലെ നമ്മുടെ സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കണം. നമ്മുടെ സമയത്തെ നാം വ്യർത്ഥമാക്കി കളയരുത്. ഓരോ ദിവസത്തെ സോഷ്യൽ മീഡിയ നാം പരിശോധിച്ചു കഴിഞ്ഞാൽ മൂക്കത്ത് കൈവെക്കുന്ന രീതിയിലുള്ള ജടികമായ പ്രവർത്തനങ്ങളല്ലേ ഇവിടെ നടക്കുന്നത്. ഇതെല്ലാം കണ്ടിട്ടും അനങ്ങാപ്പാറ പോലെ ഇരിക്കുന്ന നിയമ നിർമ്മാണങ്ങൾ, പ്രവേശനം എന്തൊക്കെയോ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ വിളിച്ചു പറയുമ്പോൾ 1000 പേര് നമുക്കെതിരെ നിൽക്കാൻ കാണും. 1000 പേരെതിരെ നിന്നാലും ഇതുകൊണ്ടൊന്നും ദൈവമക്കൾ ഭയപ്പെട്ടു പോകരുത്. നമുക്ക് വിളിച്ചു പറയാൻ നമ്മൾ വിളിച്ചു പറഞ്ഞിരിക്കണം. അതിനാരുടെയും മുമ്പിൽ തല കുടിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, നമ്മുടെ ജീവിതത്തെ നാം ഏറ്റവും നല്ലതായി, സന്ദർഭോചിതമായി, സമയോചിതമായി നമ്മുടെ സമയം നാം പ്രയോജനപ്പെടുത്തണം. കർത്താവിന്റെ വരവേറ്റവും അടുത്തു. യേശുക്രിസ്തുവിന്റെ ഏറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. സുവിശേഷത്തെ നിർമൂലനം ചെയ്യാൻ, സുവിശേഷത്തെ ഇല്ലായ്മ ചെയ്യാൻ, സുവിശേഷകന്മാരെ ഇല്ലായ്മ ചെയ്യുവാൻ
സത്യസന്ധമായ വചനം ഈ ഭൂമി തുടച്ചു മാറ്റും ക്രൈസ്തവ സമൂഹത്തെ ആട്ടിയോടിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ദുഷ്കർമ്മികൾ രാജ്യത്തുടനീളം ലോകമെമ്പാടും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ജീവൻ കൊടുക്കേണ്ടി വന്നാലും ക്രിസ്തുവിന്റെ നാമത്തെ ഉയർത്തിക്കൊണ്ടിരിക്കണം. ജീവൻ കൊടുക്കേണ്ടി വന്നാലും രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നാലും ക്രിസ്തുവിന്റെ നാമത്തെ അപ്പോസ്തലന്മാർ ഉയർത്തിയ പോലെ, ആദിമസഭ ഉയർത്തിയതുപോലെ ദൈവവചനം വിളിച്ചു പറയണം. അതിനുള്ള ചങ്കൂറ്റമാണ് ദൈവമക്കൾക്ക് ആവശ്യം. അതുകൊണ്ട് പൗലോസ് നമ്മുടെ വീണ്ടും ഓർപ്പിക്കുകയാണ്, ഇത് ദുഷ്കാലമാണ്, സമയം നീ തക്കത്തിൽ ഉപയോഗിക്കണം. സമയം തക്കത്തിൽ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ അഴിമതി നടത്താനോ, പിടിച്ചുപറിക്കാനോ, മോഷ്ടിക്കാനോ, ബലാത്സംഗം നടത്താനോ, പെൺവാണിഭം നടത്താനോ, അക്രമങ്ങൾ നടത്തുവാനോ ഒന്നും അല്ല സമയം തക്കത്തിൽ ഉപയോഗിക്കേണ്ടത്. യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയുവാൻ, യേശുക്രിസ്തുവിന്റെ രക്ഷയെക്കുറിച്ച്, വീണ്ടെടുപ്പിനെ കുറിച്ച്, യേശുക്രിസ്തു ലഭിക്കുന്ന നിത്യജീവനെ കുറിച്ച് ഈ ലോകത്തോട് വിളിച്ചു പറയണം. കാരണം ഈ ലോകത്തിലെ സകല ജനങ്ങളും പാപത്തിൽ വീണ് കിടക്കുക. ദൈവമില്ല എന്ന് പറയുന്ന മൂഢന്മാർ പെരുകിയിരിക്കുന്നു. നിരീശ്വരവാദികളും യുക്തിവാദികളും പെരുകുന്നു. യേശുക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ വിശ്വാസികളെയും ക്രിസ്തു വിശ്വാസികളെ ഏതു വിധത്തിലും ഉലകത്തിൽ തുടച്ചു മാറ്റുവാൻ കഴിഞ്ഞ 2025 വർഷമായി ലോകം ഒന്നടങ്കം എഴുന്നേറ്റിട്ടും ഇന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓർത്തോണം സുവിശേഷത്തിന്റെ മഹാത്മ്യം, സുവിശേഷ ശക്തി എത്ര വലുതാണെന്ന്. ഹല്ലേലൂയ. അതെ, നാം ദൈവത്തിന്റെ വചനത്തുമായി നിൽക്കുമ്പോൾ ചിലർക്കൊക്കെ അവരെ ഭയപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അല്ലെങ്കിൽ ഇത് കൃപയുടെ നാളുകളാണ്. ഈ കൃപയുടെ നാളുകൾ പ്രയോജനപ്പെടുത്തുക എന്ന് പറയുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കൃപയുടെ നാളുകളെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കിക്കൊണ്ട് കൃപയുടെ നാളുകൾ നാം നഷ്ടപ്പെടുത്തി കളയാതെ ഉറങ്ങി തീർക്കുവാനുള്ളതല്ലത്, മയങ്ങി തീർക്കുവാനുള്ളതല്ല, അലസമായി കളയുവാനുള്ളതല്ല. പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരും പറഞ്ഞ് നമ്മുടെ സമയത്തെ നഷ്ടപ്പെടുത്തി കളയാതെ, നമ്മുടെ സമയം രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കാതെ നമ്മുടെ സമയം ദൈവരാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം. ഈ കാലഘട്ടത്തിൽ പലരും അവരുടെ സമയം ഇനി രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ഒരുങ്ങുമ്പോൾ, രാഷ്ട്രീയത്തിൽ എവിടെയെങ്കിലും ഒരു MLA, MP ഒരു മന്ത്രിയുടെ സ്ഥാനം കിട്ടിയാൽ ആ കുപ്പായി വിടാൻ വേണ്ടിയിട്ട് പലരും അത് തയ്ച്ചു വെച്ചിട്ടിരിക്കുന്നവരാ ആത്മീയ സംഘടനകൾക്കകത്ത്. അവരെയൊന്നും കണ്ട് നിങ്ങൾ പഠിക്കരുത്. അവരെയൊക്കെ കണ്ടു പഠിച്ചാൽ, അവർ പറഞ്ഞ് നിങ്ങൾ കേട്ടാൽ ഒടുവിൽ ഞണ്ട് നടന്നതുപോലെ നിന്റെ അവസാനമാകും. ഞണ്ട് നടന്ന് പുറകോട്ട് പോകുന്ന കുഴിച്ചെന്ന് ചാടുന്ന പോലെ നിങ്ങളും കുഴിച്ചെന്ന് ചാടും. ആദിമസഭയുടെ പിതാക്കന്മാർ പഠിപ്പിച്ച സുവിശേഷത്തിന്റെ മഹാത്മ്യം, ആദിമസഭ നമുക്ക് നൽകി തന്ന സുവിശേഷം, പൗലോസിന്റെ കാലഘട്ടത്തിൽ പൗലോസ് അനുഭവിച്ച കഷ്ടതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കണ്ണുനീരുകളും വേദനകളും, പൗലോസ് അനുഭവിച്ച പീഡനങ്ങൾ, അതിന്റെ നടുവിൽ ദൈവത്തിന്റെ ആത്മാവ് പൗലോസിലൂടെ നമുക്ക് എഴുതി തന്നിരിക്കുന്ന സുവിശേഷത്തിന്റെ മഹാത്മ്യത്തെ നമ്മൾ ഉയർത്തണം, രക്തം ചെയ്യണം. അത് വാനോളം ഉയർത്തിപ്പിടിക്കണം. ഇന്ന് ലോകത്തിൽ വാനോളം ഉയർത്തിപ്പിടിക്കുവാൻ, ഉയർത്തി സംസാരിക്കുവാൻ, ഉയർത്തി വിളിച്ചു പറയാനുണ്ടെങ്കിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. കാരണം അവനാണ് പാപികളുടെ രക്ഷകൻ. അവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം വിചാരിക്കാത്ത ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിൽ ഈ ഭൂമിയിലേക്ക് വന്നവനാണ്. ഇവിടെ മതം സ്ഥാപിക്കാൻ വന്നില്ല, രാഷ്ട്രീയം സ്ഥാപിക്കാൻ വന്നതല്ല, രാഷ്ട്രീയമായി അതിന്റെ ഉന്നത സ്ഥാനത്തിരുന്ന് രാജ്യത്തെ ഭരിക്കാൻ വന്നവനെല്ലാം. യേശു വന്നതെന്ന് കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാൻ, പാപത്തിൽ വീണ് കിടക്കുന്നതിനെ, ശാപത്തിൽ വീണ് കിടക്കുന്നതിനെ, അന്ധകാരത്തിൽ വീണ് കിടക്കുന്ന, പൈശാചിക വേദനകൾ വീണ് കിടക്കുന്ന, ദുഷ്പ്രവർത്തിക്കകത്ത് വീണ് കിടക്കുന്ന ഒരു കൂട്ടം ജനത്തെ അത് വിടിവിച്ച് ആത്മരക്ഷ കൊടുക്കുവാൻ വേണ്ടിയാണ് യേശു സ്വർഗ മഹിമകളെ വെടിഞ്ഞ് ഈ ഭൂമിയിൽ വന്നത്. അതുകൊണ്ട് നമ്മുടെ സമയം ദുഷ്കാലമാണിത്, അത് തക്കത്തിൽ ഉപയോഗിക്കണം. ഹല്ലേലൂയ. അടിപതറി പോകരുത്. ഈ കാലഘട്ടത്തിൽ അടിപതറാതെ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ പൗലോസ് ഈ എഫെസ്യ ലേഖനം എഴുതുമ്പോൾ സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്ന് പറഞ്ഞതിൽ കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോഴും പൗലോസ് പറയുന്ന ചില കാര്യമുണ്ട്. കൊലോസ് ലേഖനം 4-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറി. കൊലോസ്യ സഭയോട് പറയുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടു കൂടി പെരുമാറണം. ഇന്ന് ദൈവികമായ ജ്ഞാനം പലർക്കും നഷ്ടപ്പെട്ടു പോയി.
ദൈവികമായ ജ്ഞാനം നഷ്ടപ്പെട്ടുകൊണ്ട് പലരും കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടിട്ടില്ലേ? ഹല്ലേലൂയ. എന്നാൽ സുബോധത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട ഒരു കൂട്ടം ദൈവജനത്തെ ദൈവം ഭൂമിയിലാക്കി വെച്ചിട്ടുണ്ട്. അവർ ജ്ഞാനത്തോടെ പുറത്തുള്ളൊരു പെരുമാറണം. പ്രൈസ് ലോർഡ്. സുവിശേഷം ഒരു വിൽപ്പന ചരക്കല്ല. സുവിശേഷം ഒരു പണം ഉണ്ടാക്കുന്ന മാർഗമല്ല. സുവിശേഷം പാപികളുടെ രക്ഷയ്ക്കുള്ളതാണ്. വേണമെങ്കിൽ ചിലരൊക്കെ നിങ്ങളോട് ഒന്ന് പറഞ്ഞേക്കാം, ഇന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് തങ്കമ്മയോ തങ്കപ്പനോ ഒക്കെ വരുമെന്ന് പറഞ്ഞേക്കാം. അതൊന്നും കണ്ട് നിങ്ങൾ അവരുടെ പിന്നാലെ പോകരുത് കേട്ടോ. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പലരും പലതും പറഞ്ഞ് നിങ്ങളെ തെറ്റിക്കും. ആത്മീയലോകത്തിൽ ഒരുപാട് കള്ളപ്രവാചകന്മാർ, വ്യാജപ്രവാചകന്മാർ, ദുരുപദേശകന്മാർ പെരുകിക്കൊണ്ടിരിക്കുന്നു. മനുഷ്യനെ കബളിപ്പിക്കുന്ന സ്തോത്രം പലതും അവർ പഠിച്ചു വെച്ച് കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിട്ട് പണ്ടൊരു ദേവദാസനോട് പറഞ്ഞു, ഒരു പിടിക്കുള്ള മരുന്നിന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അതെ, അങ്ങനെ ഒരു വെടിക്കുള്ള മരുന്നും വെച്ചുകൊണ്ട് പലരും രംഗത്തിറങ്ങിയിട്ടുണ്ട്. ആത്മീയലോകം ദുഷ്കാലമാണ്. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ എത്രയോ വ്യാജ പ്രവാചകന്മാർ, വ്യാജ ഉപദേശിമാർ ഈ സത്യവേദ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവവചനത്തിൽ ഇല്ലാത്തതും ദൈവവചനം പറയാത്തതും അപ്പോസ്തല പ്രവൃത്തി കാണാത്തതും ചരിത്രപുസ്തകം പഠിപ്പിക്കാത്തതും ആദിമസഭ പറയാത്തതും പൗലോസ് പറയാത്തതുമായ പരിശുദ്ധാത്മാവ് പറയാത്തതുമായ എത്രയോ സന്ദേശങ്ങളും ഉപദേശങ്ങളും പ്രവചനങ്ങളുമാണ് പലരും വരുന്നത്. പേരും നാളും വീട്ടുപേരും വീട്ടിലെ ഉപ്പ് ചിരട്ടയുടെ പേര് വരെ പഠിച്ചു വെച്ചിട്ട് ഓരോരുത്തരുന്ന് സുവിശേഷം പ്രസംഗിക്കുന്നത്. നിങ്ങൾക്കൊക്കെ അവരുടെ പേരറിയാം. നിങ്ങൾ വശം കെട്ടു പോകരുത്. നിന്റെ പോക്കറ്റിലിരിക്കുന്ന പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി, നിന്റെ ബാങ്കിലെ പണം അടിച്ചു മാറ്റാൻ വേണ്ടി അവൻ നിന്റെ കുടുംബത്തിന്റെ A to Z കാര്യം നിന്നോട് വിളിച്ചു പറയും. അവർക്കുള്ള ഒരുപാട് ആളുകളുമുണ്ട്. ദുഷ്കാലമാണ്. ദുഷ്കാലമാകിയ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. യഥാർത്ഥ സത്യവിശ്വാസിക്ക് സത്യദൈവത്തെ ആരാധിപ്പാൻ കഴിയാത്ത നിലയിൽ, സത്യവിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത നിലയിൽ വ്യാജ സുവിശേഷങ്ങൾ ഉയർന്നു ആത്മീയലോകത്തിൽ. നമ്മൾ ലോകത്തെക്കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അത്രമാത്രം മതം പതിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് നമുക്ക് തന്നിരിക്കുന്ന സമയം. ഒരു കച്ചവടക്കാരൻ തന്റെ സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കുന്ന പോലെ നമ്മുടെ സമയം തക്കത്തിൽ ഉപയോഗിച്ച് യേശുക്രിസ്തുവിന്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങണം. നമുക്കൊറ്റ പ്രതീക്ഷയായിരിക്കണം യേശു കർത്താവിന്റെ വരവ്. യേശുക്രിസ്തുവിന്റെ വരവ് എന്നുള്ള ആ ചിന്തയ്ക്കകത്തൊന്നും ഞാൻ നിങ്ങൾ ഒരിക്കലും പുറകോട്ട് പോകരുത്. ജീവിത വിശുദ്ധി നഷ്ടപ്പെടുത്തി കളയരുത്. നമ്മുടെ കർത്താവ് ഇന്ന് ലോകത്തെ നോക്കിക്കൊണ്ട്, സകല ജനത്തെ നോക്കിക്കൊണ്ട്, പ്രത്യേകിച്ച് ആത്മീയ ലോകത്തെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുകയാണ്, ജഡത്തിലെയും ആത്മാവിലെയും സകല കൺവെൻഷൻ നീക്കി, ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണമെന്ന്. ജഡത്തിൽ എന്തുണ്ട്? ജഡത്തിലും ആത്മാവിനും കൺവെൻഷൻ, പാപത്തിന്റെ കറകളുണ്ട്. ജഡത്തിനും ആത്മാവിനും പാപത്തിന്റെ കറകൾ പരന്നത് കൊണ്ട്, ആ കറകൾ പിടിച്ചത് കൊണ്ട് മനുഷ്യന്റെ വാക്കിലും നോട്ടത്തിലും പ്രവൃത്തിയിലും കേൾവിയിലും ചിന്തയിലും കൊടുക്കലിലും വാങ്ങലിലും എല്ലാം പാപത്തിന്റെ പ്രമാണമാണ് പുറത്തേക്ക് വരുന്നത്. ഹല്ലേലൂയ. നമ്മൾ പാപത്തിന്റെ പ്രമാണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരാ. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയതാ. പക്ഷെ വീണ്ടും നമ്മൾ അടിമരൂപത്തിൽ കുടുങ്ങിപ്പോയോ ഇല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കൊലോസ്യ സഭയിൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. അതേ കാര്യത്തിൽ തന്നെ എഫേസ്യർക്ക് എഴുതുമ്പോൾ, ആകയാൽ സൂക്ഷ്മതയോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടക്കുവാൻ നോക്കുവിൻ. ഹല്ലേലൂയ. അത് നമുക്ക് ഗലാത്യലേഖനം 5:15 എഫേസ്യ ലേഖനം 5:15 വായിച്ചാൽ കാണാൻ കഴിയും. ആകെ സൂക്ഷ്മതയോടെ. എന്താണ് സൂക്ഷ്മതയോടെ? അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടപ്പാൻ നോക്കുവിൻ. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടമൊക്കെ നമ്മൾ മനസ്സിലാക്കി നൽകി. ഹല്ലേലൂയ. വളർന്നു വരുന്ന തലമുറയ്ക്ക് യാതൊരു മാതൃകയില്ലാതെ വളർന്നു വരുന്ന തലമുറയെ പോലും പാപത്തിലേക്ക് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളാണ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ തലമുറകളൊക്കെ മദ്യത്തിനും മയക്കുമരുന്നിനും പാനശാലകൾക്കും ലഹരികൾക്കും അടിമപ്പെടുന്നു. എന്തിനേറെ പറയാൻ സ്കൂള് കലാലയങ്ങൾക്ക് വിവിധ മേഖലകളും പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വഴിതെറ്റിപ്പോക്കാൻ കാരണം എന്താണ്? മാതൃകയില്ലാത്ത ജീവിതം നയിക്കുന്ന മാതാപിതാക്കന്മാർ, മാതൃകയില്ലാത്ത ദൈവസഭകളും, മാതൃകയില്ലാത്ത ഉപദേശങ്ങളും, മാതൃകയില്ലാത്ത ശുശ്രൂഷന്മാരും, കുടുംബത്തിനകത്ത് പോലും മാതൃക കാണിക്കാത്ത ജീവിത സാഹചര്യത്തിലൂടെ
നാം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ മക്കൾ അത് കണ്ട് വളർന്നിട്ട് അവർ പുറത്തിറങ്ങി നമ്മൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അവർ ചെയ്യും. എന്നിട്ട് അടുത്ത വീട്ടിലെ കൊച്ചിനെ നീ കുറ്റം പറയരുത്. ലേറിയ നിന്റെ വീടിന്റെ അകത്തും സമയം ദുഷ്കാലമാ, നിങ്ങളുടെ ഭവനത്തിനകത്ത് സമയം ദുഷ്കാലമാ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ സമയം ദുഷ്കാലമാ, നിന്റെ സഭയ്ക്കകത്ത് സമയം ദുഷ്കാലമാ, നിന്റെ ചുറ്റുവട്ടത്ത് മുഴുവൻ നോക്കിയത് സമയം ദുഷ്കാലമാ, ഭരണ സംവിധാനങ്ങൾ മുഴുവൻ ദുഷ്കാലമാ. അല്ലേലിയ. എന്തൊക്കെ ഇനി കാണണം, എന്തൊക്കെ ഇനി കാണേണ്ടി വരും, എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും. ഇതിന്റെ നടുവിൽ ആ കർത്താവ് നമ്മൾ പറയുന്ന സമയം തക്കത്തിൽ ഉപയോഗിച്ചോണം. ഈ മധ്യാകാശത്തിൽ കാഹളമൊന്നിരിക്കുന്ന സമയമായി, കാഹളമൊന്നിരിക്കുന്ന സമയമായി. കർത്താവിന്റെ ആവശ്യങ്ങളിൽ കർത്താവ് ചേർക്കാൻ ഏത് സമയം മധ്യാകാശത്തിൽ വരും. അതുകൊണ്ട് നമ്മൾ ആത്മാവ് ഒരുക്കമുള്ളതായിരിക്കട്ടെ. ഫോൺ വിളിച്ച് പറഞ്ഞിട്ടൊന്നും അല്ല കർത്താവ് ഇങ്ങോട്ട് വരുന്നത്. ആത്മാവിന്റെ ഒരുക്കത്തോടെ വിശുദ്ധിയോടെ നീ ജീവിക്കുന്നുണ്ടെങ്കിൽ, പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞ നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള, ഒന്നുകൂടെ പറഞ്ഞാൽ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയ്ക്കായി ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തെ പ്രസാദമുള്ള യാഗമായി അനുദിനം സമർപ്പിക്കണം. എന്തിനാ? ദുഷ്കാലമായതുകൊണ്ട്. ഈ ലോകത്തിന് നീ അനുരൂപരാകരുത്. പലരും ഈ ലോകത്തെ അനുകരിക്കുക. അല്ലേലിയ. ഇനി എല്ലാവരും ലോകത്തിലേക്ക്, ആത്മീയ ലോകം മുഴുവൻ നശിപ്പിച്ച് കഴിഞ്ഞിട്ട് ആത്മീയ ലോകം മുഴുവൻ നശിപ്പിക്കുന്ന ഈ ആത്മീയ ലോകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഈ ചൊറിതണത്തിന്റെ കാര്യം പറഞ്ഞു പോരാ. ചൊറിതണം എന്ന് പറഞ്ഞ ശരി നിങ്ങൾ കണ്ടിട്ടില്ല. എവിടെ തൊട്ടാലും ചൊറിയും, എവിടെ തൊട്ടാലും ചൊറിയും. അത് തൊട്ട് ദേഹത്തങ്ങനെ തൊട്ട് കഴിഞ്ഞ് ചൊറിഞ്ഞ് താടിച്ചാകം നാശമാക്കി എന്ന് പറഞ്ഞവരെ ഇന്ന് ആത്മീയ ലോകത്തിലെ ആത്മീയ മക്കൾ എന്ന് പറഞ്ഞ് ചൊറിതണം പോരാ. ആത്മീയ ശുശ്രൂഷകന്മാർ, നേതാക്കന്മാർ, പ്രവാചകന്മാർ ചൊറിതണം പോരാ. അങ്ങനെ അവരുടെ സ്വഭാവം. ബാക്കി നിങ്ങൾ ഊഹിച്ചെടുത്താൽ മതി. അല്ലേരിയ. ഞാൻ അത്രയൊക്കെ പറയുന്നുള്ളൂ. മനുഷ്യന്റെ മനസ്സിനെ മരവിപ്പിക്കുന്ന വിധത്തിലുള്ള, മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വിധത്തിലുള്ള മേഖലകളിലേക്ക് നമ്മുടെ രാജ്യം, രാഷ്ട്രങ്ങൾ വന്നു. ഇവിടെ 7 ഭൂഖണ്ഡങ്ങൾക്കകത്തും പരിശോധിച്ചു കഴിഞ്ഞാൽ സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ കഴിയുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടോ? ഏതെങ്കിലും ഒരു ഗ്രാമങ്ങൾ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ടോ? അത്രമാത്രം ദുഷ്കാലമായി. ഭാര്യ ഭർത്താവിനെ വെട്ടിക്കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ വെട്ടിക്കൊല്ലുന്നു, അപ്പൻ മക്കളെ വെട്ടിക്കൊല്ലുന്നു, മക്കൾ അപ്പനമ്മമാരെ വെട്ടിക്കൊല്ലുന്നു, ഭാര്യ മറ്റൊരുത്തിന് ഒളിച്ചോടുന്നു, ഭർത്താവ് മറ്റൊരു ഒളിച്ചോടുന്നു, മക്കൾ തങ്ങൾക്ക് തോന്നിയതുപോലെ ഓടുന്നു. MDMA തുടങ്ങിയ സകല ആമൻ അശുദ്ധമായതും ഭൂമിയിൽ പെരുകി. എല്ലാം ദുഷ്കാലമല്ലേ? ഇതിന്റെ നടുവിൽ ആ ദൈവമക്കൾ വളരേണ്ടത് കേട്ടോ. ഇതിന്റെ നടുവിൽ ദൈവമക്കൾ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണം. ഒരിക്കലും നീ അശുദ്ധിയിലേക്ക് പോകരുത്. അല്ലേലിയ. അപ്പം കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സമ്പത്തുകളെ അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. കർത്താവ് നിങ്ങൾക്ക് നൽകിയ സമ്പത്തുകൾ പണത്തെ കുറിച്ചല്ല, ആത്മീയ നന്മകൾ, ആത്മീയ സമ്പത്തുകൾ. നിനക്ക് പകർന്നു തന്നിരിക്കുന്ന ആത്മാവിന്റെ ഫലം ഒരു വലിയ സമ്പത്താണ്. ജഡത്തിന്റെ പ്രവൃത്തികളെ നിന്റെ ഉള്ളിൽ നീക്കിക്കളഞ്ഞിട്ട് ആത്മാവിന്റെ ഫലം നിനക്ക് ദൈവം തന്നു. അപ്പൊ നിന്റെ ഉള്ളിൽ തന്നെ ആത്മീയ സമ്പത്തുകൾ, ആത്മാവിന്റെ ഫലം, സ്നേഹം, സന്തോഷം തുടങ്ങി 9 ഫലങ്ങൾ. അത് സമ്പത്തിനെ നശിപ്പിക്കാതെ നിന്റെ ജഡത്തെ രാഗമോഹങ്ങളോടുകൂടെ നീ കൃഷിച്ച് അനുദിനം നീ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പ്രൈസലോ. ഇവിടെ സമയത്തെയും കാലത്തെയും ശരിയായ വിധത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. സമയത്തെയും കാലത്തെയും പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് ദൈവികമായ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. അതിന് ദൈവകൃപ ആവശ്യമാണ്, ദൈവഭക്തി ആവശ്യമാണ്, അതിന് വിശുദ്ധി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ മാത്രമേ കർത്താവിന്റെ വഴികളിൽ നിങ്ങൾക്ക് നടക്കുവാൻ കഴിയുള്ളൂ. കർത്താവിന്റെ വഴിയിൽ നടക്കണം. ദൈവ വഴി വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. നമ്മെ ഉപദേശിച്ച് നാം നടക്കേണ്ടുന്ന വഴിയെക്കുറിച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് അനുദിന ജീവിതത്തിൽ നാം ദൈവ വഴിയെക്കുറിച്ച് വേണം ചോദിക്കാൻ. ലോകം പോകുന്നതിന് പോലെ നീ പോകരുത്. ഹല്ലേലൂയ. നമുക്ക് ഉത്തമമായി നടക്കുവാൻ കഴിയുന്ന മാർഗമാണ് ദൈവവചന, സുവിശേഷം, സുവിശേഷത്തിന്റെ വഴി, സുവിശേഷത്തിന്റെ പാതകൾ. ഉത്തമമായ വഴിയിലൂടെ നടക്കുവാൻ, ഉത്തമമായ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ കേൾക്കാറുണ്ടല്ലോ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, നമ്മുടെ സമയത്തെ എപ്രകാരം ചെലവഴിക്കുന്നു എന്നുള്ളത് കർത്താവ് നിന്നെ നോക്കിക്കൊണ്ടിരിക്കുക. നിന്റെ സമയത്തെ നീ എങ്ങനെ ഉപയോഗിച്ചു, അതിനെ എങ്ങനെ നീ ദുർവിനിയോഗം ചെയ്തു. നമ്മുടെ സമയത്ത്
തക്കത്തിൽ ഉപയോഗിച്ചോ അതോ അതിനെ ദുർവിനിയോഗം ചെയ്തോ എന്ന് സദാസമയം കർത്താവ് നമ്മെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. അത്യജാലയ്ക്കൊത്ത കണ്ടുള്ളവന്റെ മുമ്പിൽ ഒന്നും മറയ്ക്കാൻ കഴിയില്ല. പ്രൈസ്. ജീവിതം എന്ന് പറയുന്ന ഈ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സമയത്തെ അത് ലോകത്തിൽ നായ്ക്കളുടെ മുമ്പിലിട്ട് പന്ത് തെറ്റരുത്. പ്രൈസറോ. നമ്മുടെ സമയം വിലപ്പെട്ടതാ കേട്ടോ. ഹല്ലേലൂയ. ദൈവ ശുശ്രൂഷകനായി ഇന്ന് ജോൺ വെസ്ലിയുടെ സുവിശേഷ ഘോഷണത്തിൽ ലോകത്തെ വിറപ്പിച്ച അദ്ദേഹത്തിന്റെ ആലോചന എന്താണ്? നമുക്കറിയാം, ജോൺ വെസ്ലിയെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, ഒരുപാട് പ്രസംഗിക്കാറുണ്ട്. അദ്ദേഹത്തിന്റെ ആലോചന, ലോകത്തെ വിറപ്പിച്ച ആലോചന, അദ്ദേഹത്തിന്റെ ആലോചന എന്തായിരുന്നു? ഒരിക്കലും മടിയനായിരിക്കരുതെന്നായിരുന്നു. ജോൺ വെസ്ലിയെ കുറിച്ച് നിങ്ങൾ പഠിച്ചാൽ കാണാൻ കഴിയും. അദ്ദേഹത്തെ ഒരുപാട് ആലോചന പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ആലോചനയാണ് നിങ്ങൾ മടിയനായിരിക്കരുത്. എന്നെ കേൾക്കുന്ന പ്രശ്നം മടിയനായിരിക്കാതെ, മടയത്തരം കൊണ്ടിരിക്കാതെ, അലസനായിരിക്കാതെ, ഉദാസീനനായിരിക്കാതെ, അലംഭാവത്തോടു കൂടി ഇരിക്കാതെ നിങ്ങളുടെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. യഹോവയുടെ പ്രവൃത്തിയെ ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് യെരമ്യാ പ്രവാചകൻ 48:10 എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സമയത്തെ നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കണം. മടിയനായിരിക്കരുത്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ജോൺ വെസ്ലിയുടെ വാക്കുകൾ നമ്മൾ എടുക്കുമ്പോൾ ഹല്ലേലൂയ, അത് വെറും വൃഥ വാക്കുകളായി കാണാതെ അന്നത്തെ കാലഘട്ടത്തിൽ ജോൺ വെസ്ലിയൊക്കെ കൊടുത്ത വില എന്താണ് നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആദിമസഭയിൽ യോഹന്നാന്റെ കാലഘട്ടം സമകാലനായിരുന്ന പോളികാർപ്പൊക്കെ സുവിശേഷത്തിന് വേണ്ടി കൊടുത്ത വില നമ്മൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. നമ്മുടെ മുമ്പേ കടന്നുപോയി അനവധി ഭക്തന്മാർ സുവിശേഷത്തിന് വേണ്ടി വളരെ ധീരതയോടുകൂടി നിന്നവരാ. സുവിശേഷത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്തവരാ. സുവിശേഷത്തിന് വേണ്ടി യാതൊരു ഭയം കൂടാതെ നിന്നവരാണ്. കഷ്ടതയുടെ തീച്ചുളയിലൂടെ കടന്നുപോയപ്പോഴും സുവിശേഷം എന്ന ആ സത്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പലരും തീപ്പന്തങ്ങൾക്കിരയായി തീർന്നപ്പോൾ, പലരും വന്യമൃഗങ്ങൾക്ക് മുമ്പിൽ ഇറയപ്പെട്ടപ്പോൾ, പലരെയും ഈർച്ചവാളുകൾ ആർത്തപ്പോൾ, മൃഗീയമായ രീതിയിൽ പലരെയും ഈ ലോകത്തുനിന്നും മാറ്റിക്കളഞ്ഞപ്പോൾ, സുവിശേഷം എന്ന് പറയുന്ന ആ തീജ്വാലയെ ഒരിക്കലും കെടുത്തിക്കളയാതെ ഉയർത്തിപ്പിടിച്ച് നമുക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധന്മാരുണ്ട്. അവരെ നോക്കി വേണം നമ്മൾ ജീവിക്കാൻ, അവരെ നോക്കി വേണം നമ്മൾ പ്രവർത്തിക്കാൻ. അതുകൊണ്ട് ആമീൻ. ജോൺ വെസ്ലി പറഞ്ഞു, നിങ്ങൾ മടിയന്മാരായി പോകാതെ ഇത് ദുഷ്കാലമാകിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് സുവിശേഷം സകല ജനത്തോടും വിളിച്ചു പറയണം. ആരെയും ഭയപ്പെടരുത്, ആരെയും ഭയപ്പെടരുത്. പ്രൈസലോ. നമുക്ക് ഭയപ്പെടുവാൻ യേശുക്രിസ്തുവിനെ മാത്രമേ ഉള്ളൂ. യേശുക്രിസ്തുവിനെ മാത്രം ഭയപ്പെട്ടുകൊണ്ട് കൽപ്പനകളിൽ നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് മടിയന്റെ ഹൃദയം സാത്താന്റെ തൊഴിൽശാലയാ. മടിയന്റെ ഹൃദയം എന്താണ്? സാത്താന്റെ പണിപ്പുരയാണ്. നീ ഒരു മടിയനാണെങ്കിൽ, നീ ഒരു മടിയത്തിയാണെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ഹൃദയം എന്ന് പറഞ്ഞ സാത്താന്റെ പണിപ്പുരയായി അവൻ നിന്നെ മാറ്റും. സാത്താന്റെ പണിപ്പുരയായി നീ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്റെ ജീവിതത്തിൽ ആത്മീയ നന്മകൾ അനുഭവിക്കാൻ ഒരിക്കലും കഴിയില്ല. ജീവിതം തകർത്ത് തരിപ്പണമാക്കും കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ഹല്ലേലൂയ, ഒരു വെളിപ്പാട് നിനക്കില്ലെങ്കിൽ, ഹല്ലേലൂയ, ഒരു ദർശനം നിനക്കില്ലെങ്കിൽ, ഒരു ആത്മനിയോഗം നിനക്കില്ലെങ്കിൽ, ഹല്ലേലൂയ, നീ ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, ഒരു ആത്മനിയോഗം, വെളിപ്പാട്, ഒരാലോചന എനിക്ക് തന്ന് എന്റെ സമയം തക്കത്തിൽ ഉപയോഗിക്കുവാൻ കഴിയുന്ന നിലയിൽ ഈ കൃപായുഗത്തിൽ എന്നെ ഒന്ന് നടത്തണമെന്ന് പറയുമ്പോൾ ദൈവം നിന്നെ നടത്താൻ തുടങ്ങും. നമ്മുടെ ആദരങ്ങൾ സുവിശേഷത്തിന്റെ ശക്തി വ്യാപരിക്കണം. ഇവിടെ ഹൃദയത്തിനകത്ത് സുവിശേഷം കത്തണം. ഹൃദയത്തിനകത്ത് സുവിശേഷം കത്തിയാൽ അത് പുറത്ത് പ്രകടമാകും. പ്രൈസലോ. ഒറ്റ ജീവിതമാണ് എനിക്ക് നിങ്ങൾക്കും. രണ്ടാമത് ഈ ഭൂമിയിൽ ജീവിതമില്ല. ഒരിക്കൽ മാത്രമേ ഈ ഭൂമിയിലൂടെ കടന്നു പോകാൻ പറ്റത്തുള്ളൂ. രണ്ടാമത് ഈ ഭൂമിയിലൂടെ കടന്നു പോകാൻ പറ്റത്തില്ല. നമുക്ക് തന്നിരിക്കുന്ന സമയത്തിന്റെ വില നാം തിരിച്ചറിയണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് ക്രിസ്തുവിനെ ഉയർത്തണം. പൗലോസ് പറഞ്ഞു, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അതിന് നാള് കുറവാ. രാഷ്ട്രീയം പ്രസംഗിക്കാൻ ആളുണ്ട്. ഇപ്പം ആത്മീയരൊക്കെ മാറിയിട്ട് രാഷ്ട്രീയം പ്രസംഗിക്കാൻ തുടങ്ങി. പൗലോസ് പറയുന്നത് ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പക്ഷെ ആത്മലോകം പറയുന്നത് എന്താണ്?
അവര് പറയുന്നത് ക്രിസ്തുവിനെ അല്ല ഇനി രാഷ്ട്രീയം പ്രസംഗിക്കാമെന്നാണ്. അല്ലെങ്കിൽ അകത്ത് മുഴുവൻ ആത്മീയലോകം മുഴുവൻ നശിപ്പിച്ചിട്ടിനെയും ലോകത്തെ കൂടെ നശിപ്പിക്കാൻ ചെല്ലൊരുങ്ങുക. ലേലിയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രതീക്ഷയിലേക്ക് കല്ലുരിയ ദൈവം വചനം പറയുന്നത്, കർത്താവ് എന്റെ സമയങ്ങളെ എപ്രകാരം ചെലവഴിക്കണം, എപ്രകാരം ഇതിനെ പ്രയോജനപ്പെടുത്തണം എന്നൊരു നിയോഗം നിനക്കില്ലെങ്കിൽ ആ നിയോഗത്തിന് വേണ്ടി ദൈവസന്നിധി ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അല്ലേലിയ. ഒരു നിയോഗം കിട്ടാൻ വേണ്ടി. അല്ലേലിയ. പത്മോസിന്റെ ഏകാന്തതയിൽ കിടന്ന യോഹന്നാനെ ദൈവം ഒന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എന്നെ നിന്നെ ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. ഈ കാലഘട്ടത്തിൽ കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ മാത്രമല്ല, ലോക രാജ്യങ്ങളിലെമ്പാടും ദൈവം ഒരു ശക്തമായ ആത്മീയ ഉണർവഹിക്കാൻ ആഗ്രഹിക്കുന്നു. സുവിശേഷത്തിന്റെ വലിയ ശക്തികൾ എഴുന്നേൽക്കുമ്പോൾ സുവിശേഷത്തെ ഉന്മൂലം നാശം ചെയ്യുവാൻ, നശിപ്പിക്കുവാൻ ഒരു കൂട്ടം കാടത്തരം കാണിക്കുന്ന കാട്ടാളന്മാർ എഴുന്നേറ്റുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ നടുവിൽ സുവിശേഷത്തെ ലോകം മുഴുവൻ ഉയർത്തുവാൻ, രക്തജാല പോലെ സുവിശേഷമാകുന്ന തീ ആളിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. യേശു പറഞ്ഞെന്താ, ഞാൻ ഭൂമിയിൽ തീയിടുവാൻ വന്നിരിക്കുന്നു എന്നാ. അത് പെന്തക്കോസ്ത് നാളിൽ കൂടി 120 ലിറ്റർ ആ തീയുണ്ടല്ലോ, ആത്മാവിൽ അന്ന് ആളിക്കത്തി തീയുണ്ടല്ലോ. ഈ 21 നൂറ്റാണ്ടിൽ ദൈവം ലോകമെമ്പാടും ആളിക്കുവാൻ ആഗ്രഹിക്കുക. അതിന് കർത്താവിന് കുറച്ച് ആളുകളെ ആവശ്യമാണ്, അതിന് നിങ്ങളെ ആവശ്യമാണ് സഹോദര സഹോദരി. ഈ തീയൊന്ന് നിന്നിൽ ആളിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുക. അതുകൊണ്ട് സമയത്തെ തക്കത്തിൽ ഉപയോഗിക്കണം. ഇത് ദുഷ്കാലമാണെന്ന് കർത്താവിനറിയാം. പക്ഷെ സുവിശേഷമാകുന്ന തീ ലോകവും പാടും കത്തണം. പ്രൈസോ. 1-ാം നൂറ്റാണ്ടിലെ പോലെ ആത്മീയ ഉണർവിലേക്ക് ദൈവം നമ്മുടെ രാജ്യത്തെ രാഷ്ട്രങ്ങളെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പോൾ അതിന് ദൈവം ചിലരെ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുക. ആത്മസമർപ്പണമുള്ള, വിശുദ്ധിയുള്ള, വേർപാടുള്ള. അല്ലേലിയ. ഒന്നുകൂടെ പുറകോട്ട് ഇറങ്ങി പറഞ്ഞാൽ സംഖ്യാപുസ്തകം ചേർത്ത് നമ്മൾ വായിക്കും, തനിച്ചു പാർക്കുന്നൊരു ജനത്തെ, ജാതികളോട് എണ്ണപ്പെടാത്തൊരു കൂട്ടം ജനത്തെ ദൈവം തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരിൽ ചിലരെ ദൈവം അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, സുവിശേഷകന്മാരായി, ഇടയന്മാരായി ദൈവം തിരിക്കാൻ പോവുകയാണ്. അത് ഈ കാലഘട്ടത്തിൽ അസാധാരണമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ദൈവസഭയ്ക്കകത്തൊരു ആത്മീയ തീടാൻ ആഗ്രഹിക്കുന്നു. ലേരിയ. അതൊരു പക്ഷെ എന്നിലാകാം, നിന്നിലാകാം, നിന്റെ തലമുറയിലാകാം, നിങ്ങളുടെ സഭയ്ക്കകത്താകാം, നിന്റെ കുടുംബത്തിൽ ആരുടെയിലുമാകാം. അതിന് പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരണം. ലേരിയ. സ്തോത്രം. സുവിശേഷം എന്ന് പറയുന്ന ഈ സത്യത്തെ വാനോളം ഉയർത്തും. ഈ ലോകത്തിൽ ഒറ്റ സത്യം ഉണ്ടെങ്കിൽ അത് സുവിശേഷമാകുന്ന സത്യമേ ഉള്ളൂ. ഈ ലോകത്തിൽ ഒറ്റ സത്യമുണ്ടെങ്കിൽ അത് സുവിശേഷമാകുന്ന സത്യമുള്ളൂ. ഈ ലോകത്തിൽ ഒറ്റ സത്യ പുസ്തകം ഉണ്ടെങ്കിൽ ആ സത്യവേദ പുസ്തകം മാത്രമേ ഉള്ളൂ. വേറെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് കേട്ടോ, പലരുടെ ഇഷ്ടത്തിന് എഴുതിയ ബൈബിളുണ്ട്. അതല്ല ഞാൻ പറഞ്ഞ സത്യവേദ പുസ്തകം. പ്രൈസണം. സത്യത്തിന് വേണ്ടി നിലനിൽക്കണം. സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്ന അകത്തുനിന്ന് 1 ഇഞ്ച് പോലും പുറകോട്ട് പോകരുത്. 1 ഇഞ്ച് പോലും നമ്മൾ പുറകോട്ട് പോകാതെ സത്യത്തിന് വേണ്ടി നിലനിൽക്കണമെന്ന് കർത്താവ് പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ ക്രിസ്തുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ലഭിച്ച ഈ പകൽ സമയം മുഴുവൻ നമ്മൾ അതിശക്തിയോടെ മുന്നേറണം. അല്ലേരിയ. അതുകൊണ്ട് നമ്മുടെ സമയത്തെ എന്ത് ചെയ്യണം, നമ്മൾ ഉപയോഗിക്കണം. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. യോഹന്നാന്റെ 9-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ഇങ്ങനെ കാണിയിരിക്കുന്നു, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം നാം ചെയ്യേണ്ടതാകുന്നു, ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി വരുന്നു. ഇത് പിറവിയിലെ കുരുടനായ മനുഷ്യരുടെ ബന്ധത്തിലാണ് യേശു പറയുന്നെങ്കിൽ ഞാൻ ചരിത്രമാങ്ങളിലേക്ക് പോകുന്നില്ല. പകൽ ഉള്ളിടത്തോളം, അല്ലേ ഇവിടെ കർത്താവ് പകൽ ഉള്ളിടത്തോളം നമ്മെ അയച്ചവന്റെ പ്രവൃത്തി ചെയ്യണം. ഈ ലോകത്തിലേക്ക് ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് സുവിശേഷം എന്ന സത്യം നമ്മളെ ഏൽപ്പിച്ചുകൊണ്ട് ഈ ലോകത്ത് ഈ ദുഷ്പ്രവൃത്തികൾ നിറയപ്പെട്ട, ഈ ദുഷ്കാലം പിടിച്ച ഈ ദുഷ്പ്രവൃത്തി കൊണ്ട് നിറയപ്പെട്ട ജനങ്ങളുടെ മുമ്പിൽ നമ്മെ ആത്മാവ് നിറച്ചുകൊണ്ട് നിർത്തിയിരിക്കുമ്പോൾ നമ്മെ വിളിച്ചവന്റെ വേല പകലുള്ളത്തോളം ചെയ്യണം. അല്ലേലിയ. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും എന്തൊക്കെ ഇവിടെ സംഭവിക്കും. രാജ്യം തമ്മിൽ കലർത്തിക്കൊണ്ടിരിക്കുക, പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക, ജാതിയോടും രാജ്യത്തോടും എതിർത്തുകൊണ്ടിരിക്കുക. ഏത് സമയത്തും എന്ത് സംഭവിക്കാവുന്ന നിലയിൽ ലോക രാജ്യങ്ങൾ പരസ്പരം ലോകത്തെ ചുട്ട് തകർക്കാൻ കഴിയുന്ന വിധത്തിലുള്ള അണ്വായുധങ്ങൾ, ബോംബുകൾ, മിസൈലുകൾ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുക.
പ്രൈസലോ. അതിന്റെ നടുവിലാണ് കർത്താവ് പറയുന്നത്, എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം ചെയ്യണം. പ്രൈസലോ. എന്നെ അയച്ചവന്റെ പ്രവൃത്തി പകൽ ഉള്ളിടത്തോളം ചെയ്യണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന ശ്രോതാവി, താങ്കൾ അത് ചെയ്യുന്നുണ്ടോ? ലേലിയ. എത്രയോ കുടുംബങ്ങളാണ് കണ്ണുനീരിലൂടെ കടന്നു പോകുന്ന, സങ്കടത്തിലൂടെ കടന്നു പോകുന്ന, നിന്ദയിലൂടെ, അപമാനത്തിലൂടെ കടന്നു പോകുന്ന, വേദനയിലൂടെ കടന്നു പോകുന്നത്. സുവിശേഷത്തെ താമെ തകർക്കുന്നത് കാണുമ്പോൾ എത്രയോ ആമ്യ ഭക്തന്മാരെ കണ്ണുനീരിലൂടെ പ്രാർത്ഥിക്കുന്നത്. അതെ, നമ്മൾ മടങ്ങി വരണമെന്നേ, നമ്മൾ മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് രാഷ്ട്രീയമല്ല ആവശ്യം, നമുക്ക് ആത്മീയമാണ് ആവശ്യം. അല്ലേ? ആത്മീയം ആവശ്യമുള്ളവരാണ് ദൈവസഭയ്ക്കകത്ത് നിൽക്കേണ്ടത്. രാഷ്ട്രീയം ആവശ്യമുള്ള സഭയ്ക്ക് പുറത്തു പോകണം. അല്ലേ? സ്വതന്ത്രം. അവർ പുറത്തുപോയി രാഷ്ട്രീയം പറയട്ടെ, അകത്ത് ആത്മീയം പറയണം. അകത്ത് സുവിശേഷം, തീജ്വാലയുടെ സുവിശേഷം, തീയുടെ സുവിശേഷം, പരിശുദ്ധാത്മാവ് അഗ്നിയാൽ നിറയപ്പെടുന്ന സുവിശേഷം സഭയ്ക്കകത്തുണ്ടാകും. കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് പത്രോസ് ചെന്നു കഴിഞ്ഞപ്പോൾ അവിടെ രാഷ്ട്രീയമൊന്നും പറഞ്ഞില്ല. ലേലിയ. അപ്പോസ്തലപ്രവൃത്തികൾ വായിക്കണം, 10-ാം അധ്യായം. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ പത്രോസ് സുവിശേഷം പ്രസംഗിച്ചപ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് അവരെല്ലാം വന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആരെങ്കിലും സുവിശേഷം പറഞ്ഞ് പരിശുദ്ധാത്മാവ് വരുന്നുണ്ടോ? അഭിഷേകത്തിന് ശുശ്രൂഷ എവിടെയെങ്കിലും ഉണ്ടോ? ഇന്ന് വലിയ വലിയ കൺവെൻഷനുകൾ കോടികൾ മുടക്കി ചെയ്യുന്നുണ്ട്. ആരെങ്കിലും അഭിഷേകം പ്രാപിക്കുന്നവർ കണ്ടിട്ടുണ്ടോ? കോടികൾ മുടക്കി കൺവെൻഷൻ നടത്തിയിട്ട് ഒറ്റ കുഞ്ഞു പോലും അഭിഷേകം പ്രാപിച്ചിട്ടില്ല, ഒറ്റ കുഞ്ഞു പോലും തീരുമാനമെടുത്തിട്ടില്ല, ഒരൊറ്റ കുഞ്ഞു പോലും രക്ഷിക്കപ്പെട്ടിട്ടില്ല. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ടവരില്ല കൺവെൻഷനകത്ത്. ഇന്ന് കൺവെൻഷനകത്ത് സ്നാനം നടക്കുന്നത് ഉന്തി മരത്തെ കയറ്റുന്നവർ പല ഉന്തി തള്ളി രക്ഷിക്കപ്പെടുത്തി എടുത്ത് സ്നാനപ്പെടുത്തുന്നൊക്കെയുണ്ട്. പക്ഷെ പിന്നെ അവൻ പഴയതുപോലെ തന്നെയാണ്. പക്ഷെ യഥാർത്ഥ മാനസാന്തരത്തോടെയുള്ള അവൻ സ്നാനം നടക്കുന്നില്ല. യഥാർത്ഥ മാനസാന്തര സ്നാനം സഭയ്ക്കകത്ത് നടന്നിരുന്നെങ്കിൽ ഇന്ന് സഭയുടെ സ്ഥിതി എന്താണ്? സഭയ്ക്ക് ഇന്നലെ ചെറു വിരലൊരു ജനക്കത്തില്ലായിരുന്നു. യഥാർത്ഥ മാനസാന്തരം നടക്കാത്തതുകൊണ്ടാണ് സഭയ്ക്കെതിരെ സകല കാട്ടാളന്മാരും കിരാതന്മാരും എഴുന്നേറ്റത്. അതുകൊണ്ട് യഥാർത്ഥ മാനസാന്തര സഭയ്ക്കകത്തുണ്ടാകും. മാനസാന്തര സുവിശേഷം ആദ്യം മാനസാന്തരപ്പെട്ടത് ആത്മീയ നേതാക്കന്മാരാണ്. നേതാക്കന്മാർ കാണിക്കുന്നതാണല്ലോ മക്കൾ കണ്ടുപഠിക്കുന്നത്. ഭവനത്തിൽ അപ്പനും അമ്മയും ചെയ്യുന്നതാണല്ലോ മക്കൾ കണ്ടുപഠിക്കുന്നത്. അധ്യാപകൻ പഠിപ്പിക്കുന്നതാണല്ലോ കുട്ടികൾ കേട്ടുപഠിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാത്തിനും ഒരു മാറ്റം വരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പകൽ ഉള്ളിടത്തോളം കർത്താവിന്റെ വേല, യേശുവിന്റെ പ്രവൃത്തി ചെയ്യണം. ആർക്കും പ്രവർത്തിച്ചുകൂടാത്ത രാത്രി അടുത്തൊരു നിമിഷം താങ്കൾ ഉണ്ടാകും എന്ന് താങ്കൾക്ക് എന്താണ് ഉറപ്പ്? അതുകൊണ്ട് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി എത്രയോ കാലങ്ങളായി എത്രയോ കുടുംബങ്ങൾ കണ്ണതിലൂടെ പ്രാർത്ഥിക്കുന്നു. സുവിശേഷത്തിനകത്ത് ഈ കാലങ്ങൾ കടന്ന് ദുരുപദേശങ്ങളെ നീക്കം ചെയ്യുവാൻ, ദുരുഷ്ടക്കന്മാരെ നീക്കം ചെയ്ത് കള്ള പ്രവചനങ്ങൾ, വ്യാജ ഉപദേശങ്ങൾ നീക്കി സുവിശേഷമാകുന്ന മഹാസത്യത്തെ വാനോട് ഉയർത്തുവാൻ യേശു നാമെല്ലാം നിങ്ങളെ തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നമുക്ക് സുവിശേഷത്തിന് വേണ്ടി നിൽക്കാം, ലോകത്തിന് വേണ്ടി നിൽക്കണ്ട. ഈ ലോകത്തിന്റെ പാപസുഖമല്ല വേണ്ടിയത്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ഇംഗിതങ്ങളിൽ ഇവിടുത്തെ ലൗകിക സുഖങ്ങളല്ല നമുക്ക് ആവശ്യം. ആത്മീയമായ ദൈവിക സമാധാനമാണ് ആവശ്യം. ഇന്ന് ലോകത്തിൽ മുഴുവൻ സമാധാനം നഷ്ടപ്പെട്ടു പോയി. സമാധാനമില്ലാത്ത ഈ ഭൂമിയിൽ സുവിശേഷം എന്ന് പറയുന്ന സമാധാനത്തെ, യേശു നമുക്ക് തന്ന സുവിശേഷത്തെ ഉയർത്തുവാൻ ദൈവം എന്നെ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവർ, ഒരു വശത്ത് യേശു ജനക്കൂട്ടങ്ങൾക്ക് ഉപദേശം നൽകി, മറുവശത്ത് രോഗികളെ കണ്ടു മനസ്സറിഞ്ഞു. ഒരു വശത്ത് യേശു സുവിശേഷം പറഞ്ഞു, മറുവശത്ത് രോഗികളെ സൗഖ്യമാക്കി, കുരുടന്മാരുടെ കണ്ണുകൾ തുറന്നു, മുടന്തന്മാരെ നടത്തി. ഹല്ലേലൂയ. പലരും സുഖം പ്രാപിച്ചു. ശുശ്രൂഷകളെ മുഴുവലത്തോടെ യേശു നിർവഹിച്ചു എന്ന് കാണാൻ കഴിയും. യേശു അശുദ്ധാത്മാക്കളെ തുരത്തി ഓടിച്ച് തന്റെ 3.5 വർഷത്തെ പരിശുശ്രൂഷ നമ്മൾ വേദപുസ്തകത്തിൽ പഠിച്ചാൽ അതിശക്തമായ സുവിശേഷീകരണം, വചനത്തിന്റെ മഹാത്മ്യം, അശുദ്ധാത്മാക്കളെ തുരത്തി ഓടിക്കുന്ന ശുശ്രൂഷകൾ, യേശുവിന്റെ അരികിൽ കടന്നു വന്നവർക്കെല്ലാം സ്വാതന്ത്ര്യം കിട്ടി, അവരെല്ലാം സ്വതന്ത്രമാക്കി. പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിന്റെ, ബന്ധനത്തിന്റെ, അന്യായത്തിന്റെ, അധാർമികതയുടെ, അശുദ്ധിയുടെ, വ്യഭിചാരത്തിന്റെ, പരസംഗത്തിന്റെ, വിഗ്രഹാരാധനയുടെ ബന്ധനങ്ങൾ കെട്ടപ്പെട്ട് കിടന്ന ലക്ഷോപലക്ഷം ജനങ്ങളെല്ലാം വ്യാപിച്ചിരുന്ന അശുദ്ധി ആത്മാവിനെ യേശു തുരത്തി ഓടിച്ചു. ഇന്നത്തെ സുവിശേഷ ലോകത്തിൽ അതൊക്കെ നടക്കുന്നുണ്ടോ? പ്രസംഗിക്കാൻ എളുപ്പമാണ്, പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരണം. പ്രൈസ് ദി ലോർഡ്.
അപ്പൊ യേശു അശുദ്ധാത്മാക്കളെ തുരത്തി മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു. ആമേലലിയ. മറ്റൊരു വശത്ത് യേശു ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. 3 കാര്യങ്ങളല്ലേ? ഒന്ന്, യേശു ഒരു ഭാഗത്ത് സുവിശേഷം പ്രസംഗിക്കുമ്പോൾ മറ്റൊരു വശത്ത് ഹല്ലേലൂയ സൗഖ്യ ശുശ്രൂഷ, വേറൊരു വശത്ത് ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്നു. നമ്മുടെ സഭയിൽ അത് ഉണ്ടാകട്ടെ. സുവിശേഷം പ്രസംഗിക്കണം, അപ്പൊ തന്നെ സൗഖ്യത്തിന്റെ ശുശ്രൂഷ നടക്കണം, അശുദ്ധാത്മാക്കളെ തുരത്തി ഓടിക്കണം, ശിഷ്യന്മാരെ വാർത്തെടുക്കണം. ഹല്ലേലൂയ. ശിഷ്യന്മാരെ വാർത്തെടുക്കാൻ ലോകമെമ്പാടും സുവിശേഷ ദർശനമുള്ളവരെ അയക്കുവാൻ ദൈവസഭ മുന്നോട്ട് വരട്ടെ. ഹല്ലേലൂയ. ഇന്ന് ലോകമെമ്പാടും സുവിശേഷകരെ അയക്കാൻ ദൈവസഭ മുന്നോട്ട് വരുന്നില്ല. ഉള്ളവരെങ്ങനെ അല്ലെങ്കിൽ ഈ ലോകത്ത് പണം സമ്പാദിക്കാമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ഏതെങ്കിലും സഭയ്ക്കകത്തൊന്നും സുവിശേഷകന്മാർ എഴുന്നേൽക്കുന്നുണ്ടോ? സുവിശേഷ ദർശനമുള്ളവരുണ്ടോ? ആരെങ്കിലും സുവിശേഷത്തിന് സമർപ്പിക്കപ്പെടുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? നമ്മുടെ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയി, ദർശനം നഷ്ടപ്പെട്ടു പോയി. പരിജ്ഞാനമില്ലാകിയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പ്രവാചകൻ പറഞ്ഞതുപോലെ പരിജ്ഞാനം നഷ്ടപ്പെട്ടു പോയി. എന്നെ കേൾക്കുന്ന സ്നേഹിത, ആകിയാൽ തന്റെ ശുശ്രൂഷകളുടെ മധ്യ പിതാവി, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചു വിരിക്കുന്നതായി യേശു യോഹന്നാന്റെ സുവിശേഷം 17:4 കാണുന്നുണ്ട്. തന്റെ പൗരോഹിത്യ പ്രാർത്ഥനയെക്കുറിച്ച് യേശു യോഹന്നാന്റെ സുവിശേഷം 17 രേഖപ്പെടുത്തുമ്പോൾ അത് നമ്മളൊന്ന് വായിച്ച് പഠിക്കുന്നത് നല്ലതാണ്. യേശു പറയുകയാണ്, ഹല്ലേലൂയ, പിതാവേ, ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചു വിരിക്കുന്നു. ഇന്നത്തെ വിശ്വാസികൾക്ക് പറയാൻ കഴിയുമോ? അത് യേശു പറഞ്ഞതുപോലെ നമ്മൾ പറയണമെങ്കിൽ നമ്മൾ യേശുക്രിസ്തുവിനോടൊപ്പം നിൽക്കണം. ഹല്ലേലൂയ. വിശുദ്ധിയെ കാത്തു സൂക്ഷിച്ച് ലോകത്തിന്റെ മാലിന്യങ്ങളെ, ലോകത്തിന്റെ ചണ്ടി കൂപ്പാരങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വരണമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. സാത്താൻ താനും വിളിച്ചതൂതന്റെ വേഷം ധരിച്ചുകൊണ്ട് സഭയ്ക്കകത്ത് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. കണ്ടാൽ യാതൊരു കുഴപ്പമില്ല. കണ്ടാൽ നല്ല തൂവെള്ള വസ്ത്രധാരികൾ, നല്ല ക്ലീൻ ഷേവൊക്കെയാണ്, നല്ല വാചാലത, നല്ല പ്രാസമൊക്കെയുണ്ട്, ദൈവവചനമാണ് പ്രസംഗിക്കുന്നത് ഒക്കെയാ. പക്ഷേ സാത്താൻ താനും വിളിച്ചതൂതന്റെ വേഷം ധരിച്ചുകൊണ്ടാണ് ആ വേഷക്കാര. ഹല്ലേലൂയ. യേശു പറഞ്ഞതുപോലെ നമുക്ക് പറയുവാൻ കഴിയണമെന്ന്. ആയിരങ്ങൾ 10,000 കണ്ണതിലൂടെ കിടക്കുന്ന കാണുമ്പോൾ പാപത്തിൽ വീണുകൊണ്ടിരിക്കുമ്പോൾ അവരെ കൈപിടിച്ചുയർത്താം. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ കാലത്തെ തക്കത്തിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? അല്ലെങ്കിൽ ബുദ്ധിയില്ലാത്ത സംഭാഷണത്താൽ ചേർന്ന് നിങ്ങളുടെ വാക്കുകൾ വൃഥാ വാക്കുകളായി മാറുന്നുണ്ടോ? ഹല്ലേലൂയ. പൊന്നുപോലുള്ള ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ തുരുമ്പ് പോലെയാക്കരുത്. നിങ്ങളുടെ പൊന്നുപോലുള്ള ജീവിതത്തെ തുരുമ്പ് പോലാക്കരുത്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം തുരുമ്പ് പിടിച്ച ക്ലാവ് പിടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല. തുരുമ്പെടുത്ത ഇരുമ്പ് കൊണ്ട് ഒന്നും പ്രയോജനമില്ല. ക്ലാവ് പിടിച്ച മാത്രം പ്രയോജനമില്ല. അതുകൊണ്ട് നിന്റെ ആത്മജീവിതം തുരുമ്പെടുത്തും ക്ലാവെടുത്തും പോകാതെ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ലോകമോഹങ്ങൾക്ക് അധീനരായി വീഴാതെ സുവിശേഷത്തിന് വേണ്ടി നിൽക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ വായിച്ചതാണ് എഫേസ്യ ലേഖനം ഹല്ലേലൂയ 5-16 വാക്യമുള്ള ഇത് ദുഷ്കാലമാകിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, ലോകം പലതും പല വഴിയിലൂടെ പോകും. പക്ഷെ നിങ്ങൾ ആ വഴിക്ക് പോകാതെ യേശു വരാൻ സമയമായി നിറഞ്ഞുകൊണ്ട് നീ കർത്താവിന് വേണ്ടി നീ നിന്റെ കുടുംബം വേർതിരിക്കപ്പെടണം. ഇന്ന് പകൽ നിന്റെ കുടുംബത്തെ നീ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ ശാപങ്ങളും പാപങ്ങളും രോഗങ്ങളും ബന്ധനങ്ങളും നീക്കി നിന്നെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ നിന്റെ കുടുംബം അനുഗ്രഹിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങി ഇരുളിന്റെ ശക്തികളെ നീക്കി വെളിച്ചം പകരാൻ ദൈവം ആഗ്രഹിക്കുക. കണ്ണുകളുടെ ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. വിശുദ്ധിയുടെ വേഷം ധരിച്ചുകൊണ്ട് പലരും കർത്താവ് ഇന്ന് ലോകത്തിലുണ്ടെങ്കിലും വേഷഭൂഷാദികൾ മാത്രമാണ് അവർക്കുള്ളതെന്നാൽ അതിൽ കർത്താവ് ഇത് ദുഷ്കാലമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവ് ഈ കാലഘട്ടത്തിന് ആവശ്യമായ ശക്തന്മാരെ, സുവിശേഷകന്മാരെ ഓരോ കുടുംബത്തിൽ നീ എഴുന്നേൽപ്പിക്കണം. ജാതി മത വർഗ വട്ട വ്യത്യാസങ്ങൾ കുടിഞ്ഞിട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകലരെയും ശൈശവത്തിനും ബാല്യത്തിനും കൗമാരം യൗവനത്തിലും വാർത്തയും വൃത്തിനും യാചകരും ഓർഫനേജിലൂടെ ജീവിത തടവറയിലായിരിക്കുന്ന ജനത്തിനായി രാജ്യരാഷ്ട്ര തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണം. മത നേതാക്കന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ സകല മേഖലയിൽ ശുദ്ധീകരണം കൊടുക്കണമേ. എല്ലാ മേഖലയും ദുഷ്കാലമായി ദുഷ്പ്രവൃത്തി കൊണ്ട് നിറയപ്പെട്ട് മനുഷ്യനെ കാണുവാൻ കഴിയും, മനുഷ്യൻ സ്നേഹിക്കാൻ കഴിയാതെ തമ്മിലടിച്ച് കലഹിച്ചു മരിച്ചുകൊണ്ടിരിക്കുന്ന രക്തം ചൊരിയുന്ന ഈ കാലഘട്ടത്തിൽ തീവ്രവാദങ്ങൾ, ഭീകരവാദം, വർഗീയവാദം പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവ് ഒരു വലിയ കൂട്ടം ജനം യേശുക്രിസ്തുവിന് വേർതിരിക്കപ്പെടുവാൻ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങനെ വരവേറ്റും ആസനമായിരിക്കുകയാൽ
ഈ ജനത്തിന് പരിജ്ഞാനം കൊടുക്കണമേ. സമയത്തക്കത്തിൽ ഉപയോഗിക്കണം. മടിയന്മാരായി മാറാതെ കർത്താവ് ഈ കർത്താവിന്റെ പകലുള്ളത്തോടെ കർത്താവിന്റെ വേല ചെയ്യുവാൻ ഒരു കൂട്ടം ജനത്തെ ദൈവം വേർതിരിക്കണം. യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.